ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളത് വളരെ പ്രത്യേകതയുള്ളൊരു പെർഫ്യൂമാണ്. ഇത് പലരും റിവ്യൂ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഹൗസാണ് ടിസിയാന ടെറൻസി. നിങ്ങൾക്ക് അറിയത്തുമില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഈ ഒരു ബ്രാൻഡ്. മലയാളത്തിൽ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നു ഈ ഒരു ബ്രാൻഡ് കൊണ്ടുവരുന്നത്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. ഈ വീഡിയോ പൂർത്തിയാവുന്നതിന് മുമ്പ് നിങ്ങളൊരു 5 ml 10 ml ഡീക്കൻറ്റ് ബുക്ക് ചെയ്തേ പറ്റൂ. ആ ഗണത്തിൽ പെടുന്ന ഒരു പെർഫ്യൂമാണ് ടിസിയാന ടെറൻസി. ടിസിയാന ടെറൻസി ഒരു ഇറ്റാലിയൻ ലക്ഷറി നീഷ് ഹൗസാണ്. 1968 ഇറ്റലിയിലെ കാറ്റോലിക്ക എന്നൊരു ചെറിയ ഗ്രാമത്തിൽ അവിടെ കുടുംബമായിട്ട് അവരുടെ മെഴുകുതിരി പള്ളികൾക്കും മറ്റാവശ്യത്തിനും വേണ്ടിയിട്ട് മെഴുകുതിരികൾ നിർമ്മിക്കുന്ന ഒരു ചെറിയൊരു സംരംഭമായിരുന്നു അവരുടേത്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന മെഴുകുതിരിയിൽ ക്രമേണ സുഗന്ധങ്ങളുള്ള മെഴുകുതിരികൾ അവർ കൊണ്ടുവന്നു. അത് പള്ളികളിലും തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ അവർ വിറ്റു. അങ്ങനെ ഈ സുഗന്ധത്തിൽ നിന്നുണ്ടായ ആ ഒരു മെഴുകുതിരിയിൽ നിന്നുള്ള ആ ഒരു മണം അത് വെച്ച് അവരൊരു പെർഫ്യൂം മേക്ക് ചെയ്യുന്നു. ഇതിപ്പോൾ 2026 വളരെ പ്രശസ്തമായിട്ടുള്ള ടിസിയാന ടെറൻസി എന്നുള്ളൊരു ഹൗസായിട്ട് മാറുന്നു. ടിസിയാന ടെറൻസി ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഹൗസാണ്. ഞാനിത് ആദ്യമായിട്ട് സ്പ്രേ ചെയ്ത സമയത്ത് തന്നെ രണ്ടാമതൊരു ബോട്ടിൽ കൂടി ഞാൻ ഓർഡർ ചെയ്തു. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഞാൻ രണ്ടാമതൊരു ബോട്ടിൽ ഓർഡർ ചെയ്തു. ഇതിൻ്റെ പ്രൈസ് ഞാൻ തുടക്കത്തിലേ പറയാം, 15,500 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ചീപ്പായിട്ടുള്ള പെർഫ്യൂം അല്ല, ഇറ്റാലിയൻ ലക്ഷറി നീഷ് ഹൗസാണ്. അവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കിർക്ക്. ഈ കിർക്ക് എന്നുള്ള വാക്ക് ഗ്രീക്ക് പുരാണത്തിലെ ആളുകളെ വശീകരിക്കുന്ന, അടുപ്പിക്കുന്ന, ആകർഷണീയത തോന്നിപ്പിക്കുന്ന ഒരു ദേവതയുടെ പേരാണ് കിർക്ക്. ആ ഒരു ഇൻസ്പിറേഷനെ എടുത്തിട്ട് ഒരു കുപ്പിയിലാക്കി ആളുകളെ വശീകരിക്കുന്ന ഒരു ജ്യൂസായിട്ട് ഇറക്കിയ ഒരു മണമാണ് കിർക്ക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പെർഫ്യൂമിനെ എർബാപുരയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, അത്ര എക്സാഗ്രേഷൻ ആയിപ്പോൾ 10 എർബാപുരയ്ക്ക് തുല്യമാണ് ഒറ്റ കിർക്കെ ടിസിയാന ടെറൻസി. കാരണം 2015 ടിസിയാന ടെറൻസി കിർക്കെ എക്സ്ട്രാ ഡേ പെർഫ്യൂം പുറത്തിറങ്ങുന്നത്. 2019 സെർജോഫ് എർബാപുര ഇറങ്ങുന്നത്. പക്ഷെ പേരും പ്രശസ്തിയും ആര് കൊണ്ടുപോയി? എർബാപുര കൊണ്ടുപോയി. ഇനി പെർഫ്യൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോണി സീൻസിന്റെ ബോട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര പ്ലേ ബോയ് സംഭവം, ഫ്രൂട്ടി സെക്സി DNA. ഇനി സെന്റ് പ്രൊഫൈൽ ഞാൻ പറയാം. പ്രൊഫൈൽ വരുന്നത് ഫ്രൂട്ടി സ്വീറ്റ് മസ്കി പൗഡറി ഫ്രഷ് ട്രോപ്പിക്കൽ വൂട്ടി. ആ ഒരു കുടുംബത്തിൽ ഞാൻ പറഞ്ഞ ടെറൻസി ഫാമിലിയിൽ അവരുടെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട പോളോ ടെറൻസി എന്ന പെർഫ്യൂമറാണ് ഈ പെർഫ്യൂം മേക്ക് ചെയ്തത്. ടോപ്പ് നോട്ട് വരുന്നത് പാഷൻ ഫ്രൂട്ട്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും അധികം കേരളത്തിൽ മലയാളികൾ കൂടുതൽ ട്രൈ ചെയ്ത് ഇപ്പോൾ ഈ പെർഫ്യൂം ഇത് ചെയ്യുന്നവർ എനിക്കറിയാം, ആളുകൾ കൂടുതലും ചോദിച്ചു വരുന്ന നോട്ടുകൾ ഒന്നാണ് പൈനാപ്പിൾ, പാഷൻ ഫ്രൂട്ട്, പിന്നെ ഈ ബെറീസിൻ്റെ പ്രത്യേകിച്ച് ഈ സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ചെറി, ഈ നോട്ടുകൾ മലയാളികൾക്ക് എന്തോ വളരെ പ്രിയപ്പെട്ടതാണ്. അതിൽ പാഷൻ ഫ്രൂട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ പീച്ചിനും ഏതാണ്ട് ഒരു പഴുത്ത പാഷൻ ഫ്രൂട്ടിന്റെ സ്മെല്ലാണ്. പിന്നെ പിയർ, നമ്മുടെ നാട്ടിലെ സബർജലി, പിന്നെ റാസ്ബെറി. നോക്ക്, പാഷൻ ഫ്രൂട്ട്, പീച്ച്, പിയർ, റാസ്ബെറി. നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ ഫ്രൂട്ട്സിൻ്റെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട നോട്ടായിട്ട് നിങ്ങൾ കണക്കാക്കുന്ന ആ നോട്ടുകൾ തന്നെയാണ് ടോപ്പ് നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. ബേസ് നോട്ടിൽ പിന്നെ ഫ്ലോറൽ, പിന്നെ സാൻഡ്, ചൂടുള്ള മണ്ണിൻ്റെ ഒരു മണം. ശരിക്കും പറഞ്ഞാൽ അതൊരു ബീച്ചിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചേരുവയാണ്. മണ്ണിന് പ്രത്യേകിച്ച് മണം വല്ലതും ഉണ്ടോ? അല്ലെ? അപ്പൊ ഒരു വാം, ചുട്ടുപഴുത്ത ഒരു മണലിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാം, ഒരു വേനൽക്കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു നോട്ടായിട്ട് നമ്മൾ അതിനെ ഒരു സാങ്കല്പിക നോട്ടായിട്ട് മനസ്സിൽ കണ്ടാൽ മതി. പിന്നെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ അല്പം ഫ്ലോറൽ. ആ ഫ്ലോറൽ അവർ ചേർത്തിരിക്കുന്നത് ലിലി ഓഫ് ദ വാലി. പിന്നെ ബേസ് നോട്ടിൽ മസ്ക്, സാൻഡൽവുഡ്, വാനില, പച്ചൂളി, ഹീലിയോട്രോപ്പ് നിങ്ങൾക്കറിയാം, പെർഫ്യൂംസിന്റെ മേളിൽ പെഗാസസിന്റെ ടോപ്പ് നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഹീലിയോട്രോപ്പ്. ഇത്രയാണ് ഇതിന്റെ നോട്ട്. ഇത്രയും സ്പ്രെയർ സ്മൂത്താണ്. എന്താ പറയാ, രോമാഞ്ചം. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വീഡിയോ പൂർത്തീകരിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ 5 ml 10 ml ഇമ്മീഡിയറ്റ് ആയിട്ട് ഓർഡർ ചെയ്യണം. ഇത് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഹെവനാണ്. ഈ പെർഫ്യൂം ഫ്രഷ് ഫ്രൂട്ടി പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ അവരുടെ കളക്ഷനിൽ നിങ്ങൾ വേറെ ഏത് പെർഫ്യൂം വാങ്ങാൻ നിങ്ങളിപ്പോൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു പെർഫ്യൂം നിങ്ങൾ വാങ്ങണം. കാരണം ഇത് ഫ്രൂട്ടി ബ്ലാസ്റ്റ്, ഫ്രൂട്ടി ബോംബ്. സെർജോഫ് എർബാപുര ഒരു സിട്രസ്, ഓറഞ്ച്, മാൻഡറിൻ ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് വേറെയാണ്. ഇത് പാഷൻ ഫ്രൂട്ട്, പീച്ച്, പെയർ, റാപ്സ്ബെറി, ഒപ്പം ഒരു വാനില ക്രീമി. ഇതിനോടൊക്കെ തന്നെ ഒരു ക്രീമി നോട്ടുകൾ ചേരുമ്പോൾ വരുന്ന ഒരു മണമാണ് ഇതിൻ്റെ. ഒരു സമ്മർ കോക്ടെയിൽ, തെങ്ങിൻ്റെ പടമുള്ള ഈ ട്രോപ്പിക്കൽ മഡഗാസ്കർ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ദ്വീപിൽ നമ്മൾ നല്ല വെള്ള മണൽ, പഞ്ചാര മണൽ,
ആ മണൽ തീരത്ത് വേനൽ സമയത്ത് ഒരു ട്രോപ്പിക്കൽ ഡിസൈനുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലോറൽ പൂക്കളുടെയും തെങ്ങിൻ്റെയൊക്കെ ഡിസൈനുള്ള ഒരു ഷർട്ടൊക്കെ ഇട്ട് ചെറിയൊരു ലിനൻ പാൻറ്റൊക്കെ ഇട്ട് തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് കയ്യിലൊരു കോക്ടെയിൽ അല്ലെങ്കിൽ കൊമ്പൂച്ച അല്ലേ, ഇപ്പോൾ അതാണ് ട്രെൻഡ്, കൊമ്പൂച്ച അതൊക്കെ കയ്യിൽ പിടിച്ചിട്ട് കുറച്ച് ബിക്കിനി ഇട്ട ഗേൾസൊക്കെ ആയിട്ട് ബീച്ചിലൂടെ നടന്നു പോകുന്ന ഒരു ബില്യണയർ ടൈപ്പ് മണവാട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലേ ബോയ് പെർഫ്യൂം. ശരിക്കും ഈ ഒരു DNA ഇവര് എർബാപുരക് സെർജോഫ് ശരിക്കും കോപ്പി അടിച്ചാണ് ഈ DNA. സെർജോഫാണ് കോപ്പി അടിച്ചത്. കാരണം സെർജോഫ് 2019 ഇറങ്ങിയത്, ഇത് 2015 ഇറങ്ങി. 4 വർഷം മാർക്കറ്റിൽ നിന്ന് പേരും ഉണ്ടാക്കിയെടുത്തിട്ട് ആ DNA ഇൻസ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്തു, സെർജോഫ് എടുത്തു. സെർജോഫ് ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റി. അവർ ചെയ്തത് സിന്തറ്റിക് ആയിപ്പോയി, ഒരുപാട് സിന്തറ്റിക് ആയിപ്പോയി. പക്ഷെ അത് പരിഹരിച്ച ഒരു ഗോൾഡ് ഇറക്കിയെങ്കിലും പക്ഷെ കിർക്കിലേക്ക് വട്ടം വയ്ക്കാൻ സെർജോഫ് ആയില്ല. നിങ്ങൾ സെർജോഫ് എർബാപുര മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, 10 എർബാപുരയ്ക്ക് തുല്യമാണ് ഒരു കിർക്ക്. അത്രയ്ക്ക് ഫ്രഷ് ട്രോപ്പിക്കൽ ഫ്രൂട്ടി പെർഫ്യൂമാണ്. ട്രോപ്പിക്കൽ പെർഫ്യൂം എന്ന് പറയുന്നത് കേരളത്തിലെ കാലാവസ്ഥയിൽ ഇടവപ്പാതിയും തുലാവർഷവും മാറി വരുന്ന നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നോട്ടുകളാണ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കോക്കനട്ടും അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ടും പൈനാപ്പിളും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നല്ലപോലെ പെർഫോം ചെയ്യാറുണ്ട്. ഇതിൽ ചേർത്തിന് പാഷൻ ഫ്രൂട്ടും പീച്ചും പേറും റാപ്സ്ബെറിയും ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു ക്രീമും വാനിലയൊക്കെ ചേർന്ന് ഒരു തണുത്ത ട്രോപ്പിക്കൽ ഫ്രൂട്ട് കോക്ടെയിൽ കുടിക്കുന്ന ഒരു ഫീലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരേ സമയം റിച്ചാണ്, ഒരു ലക്ഷറീസ് ആയിട്ടുള്ള മണമാണ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ആ ഒരു ചൂടുള്ള ഒരു പൂഴി മണലിന്റെ മണം കൂടി ചേരുമ്പോൾ പക്ക സമ്മർ മെറ്റീരിയൽ. ഓക്കെ, കുറെ കഴിയുമ്പോൾ ഇതിൽ ആ ഒരു ഞാൻ പറഞ്ഞില്ല ലില്ലി ഓഫ് ദ വാലിയുടെ ഒരു ഫ്ലോറൽ സ്മെല്ലൊക്കെ ചേർന്ന് വരുമ്പോൾ അതൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ടി ഫ്ലോറൽ സ്മെല്ലായിട്ട് മാറും. ഡ്രൈ ഡൗണിങ് വരുമ്പോൾ വാനിലയും പിന്നെ മസ്കിൻ്റെയും പിന്നെ ചന്ദനത്തിൻ്റെയും സാൻഡൽവുഡിൻ്റെയും മണമൊക്കെ ചേർന്ന് ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബട്ടർ വാനില ഡ്രൈ ഡൗൺ ആണ് ഏറ്റവും അവസാനം വരുന്നത്. ഈ പെർഫ്യൂം വളരെ പ്രൊആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾ, എപ്പോഴും യാത്ര പോകുന്നവർ, ഒരു ഗ്യാങ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ചിരിച്ചും കളിച്ചും വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുന്നവർ, വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളവർ, നമ്മുടെ ഇവരല്ലേ രൺവീർ സിംഗ്, പുള്ളിക്കാരൻ്റെ ഒരു കരിസ്മ അറിയാലോ. സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ ഏത് വലിയ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാൽ രൺവീർ സിംഗ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്രൗഡ് മുഴുവൻ അയാൾ കയ്യിലെടുക്കും. നിങ്ങൾ അയാളുടെ ജസ്റ്റ് ഇന്റർവ്യൂവും അയാളുടെ സ്റ്റേജിലെ പെർഫോമൻസ് കണ്ടാൽ മതി. അപ്പോൾ അതുപോലുള്ള ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട് ആളുകൾക്ക് പറ്റിയൊരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം. ഒരിക്കലും ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർക്ക് പറ്റിയതല്ല ഇത്. ഇത് അടിച്ചുപൊളി മൈൻഡുള്ളവർക്ക് അടിച്ചിറങ്ങണം, വെയിലത്തോ എവിടെ 5-6 പെമ്പിളേരൊക്കെ ആയിട്ട് ഒരു പ്ലേ മെറ്റീരിയൽ, പക്ക പ്ലേ മെറ്റീരിയലാണ് ഈ പെർഫ്യൂം. നമുക്ക് അടിച്ചിട്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാൻ തോന്നും. നമ്മുടെ സകല അഡ്രിനാലിൻ ഇങ്ങനെ പമ്പ് ചെയ്യും. പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോയി നിൽക്കാൻ തോന്നും. അതാണ് ഈ സാധനം. അതുപോലൊരു മെറ്റീരിയലാണത്, പക്ക പ്ലേ മെറ്റീരിയൽ. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾ വൈകുന്നേരം രാത്രി ഉപയോഗിക്കുന്നതിൽ 12 മണിക്കൂർ നേരം നിൽക്കും. രാവിലെ ഉപയോഗിച്ചാലും 7-8 മണിക്കൂർ നിൽക്കും. ഉച്ചയ്ക്ക് അടിച്ചാലും 7-8 മണിക്കൂർ നിൽക്കും. ഇത് സ്ട്രോങ് ആണ്, എക്സ്ട്രേറ്റ് പെർഫ്യൂമാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. വാരിക്കോരി അടിക്കേണ്ട ആവശ്യമില്ല. ഫ്രഷ് പെർഫ്യൂം ആണെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആണ്. ഫ്രഷ് ഫ്രൂട്ടി പെർഫ്യൂം ഓഫീസിൽ യൂസ് ചെയ്യാം, പാർട്ടിയിൽ യൂസ് ചെയ്യാം, 4 ആൾ കൂടി നിലത്തടിക്കുക. രാത്രിയിൽ നൈറ്റ് പാർട്ടികളിലും പിന്നെ കല്യാണം അതുപോലുള്ള ഏത് ആഘോഷങ്ങൾ വരുമ്പോൾ അവിടെ ഉപയോഗിക്കുക. 10 ആൾ കൂടുന്നിടത്ത് ഷൈൻ ചെയ്യാൻ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണാൻ പോകുമ്പോൾ ഉപയോഗിക്കുക. അവിടെയാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത്. കല്യാണം, ചിലർ പറയാറുണ്ട് ചേട്ടാ കല്യാണം വരുന്നുണ്ട്, കല്യാണത്തിന് ഏത് പെർഫ്യൂം അടിക്കണമെന്ന് അറിയത്തില്ല, എനിക്ക് ആ ദിവസം മുഴുവനും എനർജി ആയിട്ട് നിൽക്കണം, അടുത്തേക്ക് വരുമ്പോൾ മണം കിട്ടണം, കോംപ്ലിമെന്റ് കിട്ടണം, ഫ്രൂട്ടി ആയിരിക്കണം, ഫ്രഷ് ആയിരിക്കണം. പക്ഷേ കല്യാണം അറിയാമല്ലോ, ഭയങ്കര തിരക്കായിരിക്കും, ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രഷ് പെർഫ്യൂം അടിച്ച് കഴിഞ്ഞാൽ നിൽക്കുമോ? അപ്പോൾ അവർക്കൊക്കെയാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ കല്യാണത്തിൽ ആ ഒരു ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ചതും സന്തോഷമായ നിമിഷമാണല്ലോ അത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇനി റേറ്റും കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു യൂണിസെക്സ് പെർഫ്യൂമാണ്, ഏത് പ്രായക്കാർക്കും ഏത് കാറ്റഗറിപ്പെട്ടവർക്ക് യൂസ് ചെയ്യാം, ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. പലരും വ്യക്തിപരമായിട്ട് പറയുന്ന കാര്യമാണ്, ചേട്ടാ നീഷ് പെർഫ്യൂംസ് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, റിവ്യൂ കാണുമ്പോൾ വാങ്ങണമെന്ന് തോന്നും, പക്ഷേ ഈ 5 ml 10 ml റേറ്റ് അഫോർഡബിൾ അല്ല. 2-3 ഡിസൈനർ പെർഫ്യൂമിൻ്റെ പൈസ ആവുന്നുണ്ട് ഒരു 5 ml 10 ml പെർഫ്യൂം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ml ഡീക്കൻ്റ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പലരും പറയുമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ml ഗ്ലാസ് ബോട്ടിൽ, അതായത് ഒഫീഷ്യൽ ഡീക്കാൻ ബോട്ടിൽ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ml ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ ഇനി മുതൽ നീഷ് പെർഫ്യൂംസ് ട്രൈ ചെയ്യാൻ 2 ml ഉണ്ടാവും, 5 ml ഉണ്ടാവും, 10 ml ഉണ്ടാവും. ഇപ്പോൾ 2 ml വാങ്ങുന്നവർക്ക് 2 ml ആണെങ്കിലും ശരി, 5 ml ആണെങ്കിലും ശരി, 10 ml ആണെങ്കിലും ശരി, ഇതെല്ലാം ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ml വാങ്ങുന്നവർക്ക് എക്സ്ട്രാ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ഒന്നും തരേണ്ടതില്ല, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞാൻ 2 ml ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള 5 ml 10 ml എല്ലാം വാങ്ങുന്നവർക്ക് അറിയാം, എന്നെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും മാക്സിമം അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഇന്റർനാഷണൽ പെർഫ്യൂംസ്, നീഷ്, അതുപോലെ തന്നെ
അല്പം വില കൂടിയ ഡിസൈനർ പെർഫ്യൂം അടക്കം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ റിവ്യൂ മാത്രം കാണുന്നവരാകാതെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനും കൂടിയുള്ള ഒരു അവസരം കൂടി ഇനി ഉണ്ടാവും. അപ്പോൾ ഈ പെർഫ്യൂം മുതൽ ഞാൻ 2 ml ബോട്ടിൽസ് കൊടുക്കുന്നുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർ കമൻറ്റിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഇടുന്ന സമയത്ത് മാക്സിമം സ്പോട്ടിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ അധികം ബോട്ടിൽ വാങ്ങി വെക്കാറില്ല, പലർക്കും അറിയാം ഞാൻ ഒരുപാട് ബോട്ടിൽ വാങ്ങി വെക്കാറില്ല. നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പെർഫ്യൂംസ് 1-2 ബോട്ടിൽ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. ബൾക്കിന് വാങ്ങി വെച്ച് കൂട്ടി വെച്ചിട്ട് അങ്ങനെ സെയിൽ ചെയ്യുന്ന പരിപാടി എനിക്ക് ഇഷ്ടവുമില്ല, താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും ഇതിൽ ഏത് എടുക്കണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് എടുക്കുന്നത്. ലാഭത്തിന് വേണ്ടിയിട്ട് 10-12 സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് ഇതെടുക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുക്കുന്ന സാധനം നല്ലതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഞാൻ ടെസ്റ്റർ പാക്കിന് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ അവസരം നിങ്ങൾ മുതലാക്കുക. ഞാൻ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, താല്പര്യമുള്ളവർ വാങ്ങുക. ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്തിരിക്കേണ്ട പെർഫ്യൂംസ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.